ഹലോ, ഈ മുരളിയെ കൊണ്ട് വിളിച്ചിട്ട് അല്ല, എന്തിനാ മുരളി വിളിക്കുന്നത്? നിങ്ങൾക്ക് പോകാൻ പറ്റില്ലേ വിളിക്കാന്? അവിടെ മുരളി വിളിക്കണം. നിങ്ങളപ്പോ ആരെയും വിളിക്കാറില്ലയോ? പുതിയ അറിവാണല്ലോ അത്. ഡ്രാമയൊന്നും വേണ്ട, എനിക്ക് അയച്ചു തന്നതേ ഭൂമിയുടെ കരവളച്ചിലെത്തി, അല്ലാതെ മാര്യേജ് സർട്ടിഫിക്കറ്റ് ഒന്നും അല്ല കേട്ടോ. കള്ളക്കടകളൊന്നും. കരവളച്ചിലെത്തി അങ്ങോട്ട് അയക്കുന്നത്, ഇങ്ങോട്ട് അയക്കുന്നത്, അല്ലാതെ മാര്യേജ് സർട്ടിഫിക്കറ്റ് ഒന്നും. കുറെ ആൾക്കാരുണ്ട് ഇവിടെ, കുറെ നമ്മൾ വേദാങ്കിരി. അത് ഞാൻ പറയുക. അതുപോലെ ഇത് കേട്ട് ഇവിടെ ആണാണ് ഇത് കേട്ട് ഇവിടെ ഇപ്പൊ എല്ലാവരും ഓൺലൈൻ വഴി അല്ലയോ പൈസ അടയ്ക്കുന്നത്? ഓൺലൈൻ വഴി. അതെ, ഞാൻ പറയുക. ഇതങ്ങോട്ട് കേക്ക്. ഇപ്പൊ ആരും ATM പോയി പൈസ ഒന്നും എടുക്കുന്നില്ല, ഓൺലൈൻ വഴി. അപ്പം ഇതിന് മുന്നേ താമസിച്ചവരുടെ ഉണ്ടല്ലോ, ശുഭ്രാന്തോടെ. അപ്പൊ അവിടെ ചെന്നപ്പോഴേ പറഞ്ഞു ഞങ്ങൾ കാശ് കൊണ്ട് തരണം. എന്തിനാന്ന് വെച്ചാൽ ഞാൻ അവിടെ ആണ് താമസിക്കുന്നത്. ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്ക്. ഇത് കേൾക്കുന്നതിന് മുമ്പ് എന്തോ നിങ്ങൾ ആൻസർ ചെയ്യുന്നത്? അല്ലല്ല, അതല്ല പറയുന്നത് അങ്ങോട്ട് കേൾക്കാതെന്ന് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം പറയട്ടെ. ഞാൻ മുന്നേ താമസിച്ചെടുത്ത് അവിടുത്തെ ഓണറിനെ ഇവന്മാരെല്ലാം എന്റെ പറയുന്ന പറയുന്ന ക്രിമിനൽസ് എല്ലാം കൂടെ കണ്ട് വെച്ചിട്ട് പറഞ്ഞു എന്തോ കാശ് തരണം വാടകയായിട്ട്, അല്ലാതെ ഓൺലൈൻ വഴി ഇതായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് കൊടുത്താലും തെളിവില്ലല്ലോ നമ്മൾ ഇന്ന ആൾക്കായി കാശ് കൊടുക്കുന്നത്, ഇന്ന ഓണറിനാ കൊടുക്കുന്നതെന്നുള്ളത്. അപ്പം ഇവന്മാരുടെ ഡ്രാമയാണ്. ഞാൻ ഇവിടെ താമസിച്ചാലും ഞാൻ വേറെ എങ്ങാണ്ടൊക്കെ താമസിക്കുന്നുള്ള ഡ്രാമ. അതുപോലെ ഇവിടെ വന്നപ്പോ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഇന്നത്തെ ഈ മുൻകൻ, ഈ ഓണറിന്റെ മുൻകൻ, അവൻ പറയുന്നത് എന്തുവാ കാശ് തന്നാൽ മതി, ഓൺലൈൻ ചെയ്യരുത്. ഞാൻ ഓൺലൈൻ തന്നെ അയച്ചു കൊടുത്തു. ഞാൻ ഓൺലൈൻ വഴി തന്നെ അയച്ചിട്ടുണ്ട്. കാരണം എനിക്ക് തെളിവ് വേണം ഞാൻ എവിടെ താമസിക്കുന്നതെന്ന്, ആരുടെ കൂടെ താമസിക്കുന്നതെന്ന്. ഓൺലൈൻ വഴിയേ അയച്ചിട്ടുള്ളവന് ഈ ഓണർ കണ്ട ക്രിമിനൽസ് ഒക്കെ പറയുന്നത് കേട്ടോണ്ട് കാശ് വരണമെന്ന് പറഞ്ഞ് ഞാൻ കാശ് കൊടുക്കത്തില്ല. എനിക്ക് ATM തിരയേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഓൺലൈൻ വഴി ഫോണുണ്ട്, ഓൺലൈൻ വഴി അയച്ചു കൊടുക്കും. അല്ലാതെ ATM കഴിഞ്ഞ് കാശ് കൊണ്ടുവരുത്തി. ഇന്നത്തെ മോദിജി പറഞ്ഞിട്ടുണ്ട് കാശ് ഇല്ല ഓൺലൈൻ വഴി ആക്കുക എല്ലാം. ഇത് ഇല്ലാത്ത ലോകം കുറെ അവന്മാർക്ക്. ഞാൻ പറയുന്നത് സമയം നമുക്ക് കിട്ടും. ഇപ്പം പ്രീത പാലക്കാട് നിന്ന് അയക്കുന്ന കാശ്, അച്ഛന്റെ കാശ് ഓൺലൈൻ വഴി അല്ലയോ വരുന്നത്? ഓൺലൈൻ വഴി അല്ലയോ? അതാ പറഞ്ഞത് അക്കൗണ്ടിലോട്ട് ഓൺലൈൻ വഴിയാ ഇരുന്നത്. അത് ഈ ഫോൺ വഴി നമ്മളിവിടെ ഇരുന്നാൽ മതി. നമ്മുടെ ഫോണിൽ നിന്ന് ഇപ്പം ബാങ്കിലൊന്നും പോകണ്ട, നമ്മുടെ ഫോണിൽ ഇരുന്നോണ്ട് അയച്ചാൽ മതി. ഇത്ര ഇന്ന ആളുടെ നമ്പറിലോട്ട് കാശ് പോവുള്ളൂ. മനസ്സിലായോ?
എന്തോന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ബുദ്ധിയില്ലയോ, നിങ്ങൾ പഠിപ്പിച്ചറിയില്ലയോ. എന്നൊരു കേക്ക് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്, എന്നിട്ട് നിങ്ങൾ മറുപടി പറ.